3 മണി വാർത്തയിലേക്ക് വിശദമായി. പത്തനംതിട്ടയിൽ കുട്ടികളെ പുഴയിൽ കാണാതായി. അച്ഛൻ കോവിലാറിൽ കുളിക്കാനിറങ്ങിയ അഭിലാഷ്, അഭിരാജ് എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശശി നാരായണനാണ് ചേരുന്നത്. ശശി നാരായണൻ, ഇത് ഏത് ഭാഗത്താണ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. 7 കുട്ടികളാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 2 കുട്ടികൾ ഈ അച്ചുകുളാറ്റിൽ മുഖം കഴുകാൻ ഇറങ്ങുകയും പിന്നീട് അക്കരയ്ക്ക് 6 നീന്തി കടക്കാൻ ശ്രമിച്ചു. ഇതിലൊരു കുട്ടി കയത്തിലാവുകയും തുടർന്ന് മറ്റൊരു കുട്ടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ സമയത്താണ് ഈ കുട്ടികൾ 2 പേരും മുങ്ങിത്താഴുന്നത്. എന്തായാലും 2 പേരെയും ഇപ്പോൾ ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് വിട്ട് 2 പേരും മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. 2 പേരെയും ഫയർഫോഴ്സ് നാട്ടുകാരും നടത്തിയ തിരച്ചിലൂടെ കിട്ടിയിരിക്കുന്നു. 2 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മൊത്തം 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അഭിലാഷും അഭിരാജുമാണ് ഈ ഒഴുക്കിൽപ്പെട്ട് അത്തരത്തിലുള്ള അപകടപ്പെട്ടത്. എന്തായാലും അഭിലാഷിനെയും അഭിരാജിനെയും 2 പേരെയും കണ്ടെത്തി അല്ലേ? ഫയർഫോഴ്സിന്റെ മണിക്കൂറുകളോളം തിരച്ചിന് ശേഷം ഇപ്പോൾ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. 2 കുട്ടികളുടെയും മൃതദേഹം ഇപ്പം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരെയും പത്തനംതിട്ട ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികളെല്ലാം ഈ ഫുട്ബോൾ കളിച്ചതിന് ശേഷം ഈ അഭിരാജും അഭിലാഷും ആറ്റിൽ മുഖം കഴുകാൻ ഇറങ്ങുകയും പിന്നീട് ഒരു ആള് നീന്താൻ ശ്രമിക്കുകയും തുടർന്ന് കയത്തിലാക്കപ്പെടുകയായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റു കുട്ടിയെടുത്ത് ചാടിയാണ് 2 പേരും കയത്തിലാക്കപ്പെടുകയും തുടർന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലൂടെയാണ് ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയത്. 2 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശശിനാരായണൻ, ഇത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു ഇടമാണോ ഈ അച്ചൻകോവിലാറ്റിലെ ഈ ഭാഗം? ഈ ഭാഗം ഇല്ലത്തുകട എന്നൊരു ഭാഗമാണ്. അവിടെ തടയണ കെട്ടി കയമുള്ള സ്ഥലമാണ്, ഒഴുക്കുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. അതാണ് അപകടത്തിന് കാരണം. എന്തായാലും ഈ 2 കുട്ടികളും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന 2 പേരെയും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി, കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരം ആരെങ്കിലും നൽകുന്നുണ്ടോ? അത്തരത്തിൽ ഫയർഫോഴ്സ് 2 പേരുടെയും കാര്യത്തിൽ ഒരു കാര്യം ഔദ്യോഗികമായി നമുക്ക് ചെയ്യണം. പക്ഷേ 2 കുട്ടികളും മരണപ്പെട്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 2 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് നടത്തിയത്. എന്തായാലും 2 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള സംഭവമാണ്. പത്തനംതിട്ടയിൽ കുട്ടികൾ 2 കുട്ടികൾ അഭിലാഷും അഭിരാജും, ഈ 2 പേരാണ് അച്ചൻകോവിലാറ്റിൽ വീണത്. എന്നാലും ഇരുവരെയും കണ്ടെത്തി പത്തനംതിട്ട ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നു.